ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചുതരാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ കവരത്തി കേവ് കാണാൻ പോവാണ്. ഇത് തീർച്ചയായിട്ടും ഒരു റിസ്കി യാത്രയാണ്, ഒരു അഡ്വഞ്ചർ യാത്രയാണ്. കാരണം അത്യാവശ്യം കാടാണ്. നടന്ന് വേണം പോകാനായിട്ട്. വണ്ടി പോകത്തില്ല. മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു. അത്യാവശ്യം കാണുമ്പോൾ തന്നെ പേടിയായി. എന്താ എന്നാ മൃഗങ്ങളോ വല്ല കാണുമോ? മൃഗമൊന്നും കാണാനില്ല. കാണുമ്പോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം ഈ വഴി ആരുമില്ല. മാത്രമല്ല വണ്ടിയും പോകത്തില്ല. ഒരു കാട്ടിന്റെ ഇടയിൽ കൂടെ കുന്നൊക്കെ കയറി നമ്മുടെ സ്വന്തം റിസ്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് റിസ്ക് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു മനുഷ്യനില്ല, റിസ്ക് ആണ്. പോയി നോക്കാം. നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു രക്ഷയില്ല, മൊത്തം കാട്. അവിടെ ഒരാൾ ട്രക്ക് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലൊക്കെ കാണാൻ കണക്ക. എടാ മോനെ, ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചുതരാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. സ്വർഗത്തിലാണോ നിൽക്കുന്നത് നമ്മള്? അയ്യോ, എന്താ സ്വർഗോ? എടാ മോനെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഗായ്സ്. ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എനിക്കിപ്പോ ഈ സാഹചര്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് ശരിക്കും സന്തോഷം കൊണ്ട് ഇതുപോലൊരു കാഴ്ച എൻ്റെ ലൈഫിലേ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഗായ്സ്, ആ കാണുന്നതാണ് കവരത്തി കേവ് എന്ന് പറയുന്നത്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനും ഉണ്ട്. ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മള് ഇപ്പം ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതിന്റെ മുകളിൽ കയറിയത്. കാരണം വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത്രയും വെയിലൊക്കെ കൊണ്ട് നമ്മളിത്ര റിസ്ക് ഒക്കെ എടുത്ത് ഇതുപോലൊരു സ്ഥലത്ത് വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ എടുത്ത റിസ്ക്കും നമ്മളെ ഇട്ട എഫേർട്ടൊന്നും നമുക്ക് ഒന്നുമല്ല തോന്നുന്നു. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ അടിപൊളിയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. പക്ഷെ ആ ഒരു വെയിലും ചൂടും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കാഴ്ചയിൽ നമ്മൾ മയങ്ങി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനൊക്കെ ഒരു ട്രിപ്പില് നിൽക്കുകയാണ്. എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഈ സൂര്യൻ അസ്തമിക്കുന്നവരെ നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടുത്തെ സൺസെറ്റ് ഒക്കെ പറയാൻ അടിപൊളിയായിരിക്കും. ഒരു രക്ഷയില്ല. ഒരിക്കലും കണ്ടില്ലെങ്കിൽ സഹിക്കണ്ട. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓഹോ, കുടുങ്ങിയടാ. ഗൈസ്, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതൊക്കെ വന്നൊന്ന് കാണാം. കണ്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല. കാരണം എന്തൊക്കെയോ ഒരു ഫീലാണ് നമ്മളിവിടെ പിടിച്ചതാണ്. അതുകൊണ്ട് ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഇതേപോലുള്ള സ്പോട്ടുകളിൽ നമ്മൾ പോയിരിക്കുക. ഐസപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ആ കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അതിനുശേഷം ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു വഴി കാണുന്നുണ്ട്. കടലിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും മെച്ചത്തെ വന്ന പിന്നെ പോയിട്ട് പോവാം.
നമ്മളത് അവിടെയാണ് നിന്ന് ഗൈസ്. ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ ആദ്യം കാഴ്ച കണ്ടു നിന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ ആ സൈഡിലത്തെ വഴി കൂടെ ഇറങ്ങി ഒരു പരുവത്തിനൊക്കെ ഇങ്ങ് എത്തി. താഴെ പോയ ചത്ത്. കടലിന്റെ അണ്ണാക്കിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കാരണം കയ്യിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. കടലിൽ മൊത്തം വെള്ളമാണെന്ന് പറഞ്ഞ് കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. തളർന്ന് ഗൈസ്. കയ്യിൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കയ്യിൽ ഒരു 2-3 ബോട്ടിൽ വെള്ളം എക്സ്ട്രാ കരുതി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ട്രക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലുണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് വേണം വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ. ആ സമയം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ നോക്കുക ഗൈസ്. എക്സ്ട്രാ വെള്ളമില്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കൂല. വെള്ളം തീർന്നു പോയി കണ്ട വേറെ ഓപ്ഷൻ ഇല്ല നമ്മളിൽ. പക്ഷെ നമുക്കൊരിക്കലും ഈ ഒരു ട്രക്കിംഗ് മറക്കാൻ കഴിയൂല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിൽ നിന്ന് കിട്ടിയത്. അല്ല മനസ്സിലാ, തളർന്നല്ലേ ഗൈസ്. നമ്മൾ തിരിച്ചു പോവാണ്. ബായ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ചുറ്റും കാടാണ്. പക്ഷേ ആൾക്കാരൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇവിടെ മുമ്പ് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഏരിയയാണ്. പക്ഷേ ഇവിടെ ഒരു അപകടം നടന്നതിന് ശേഷം ആരും ഇങ്ങോട്ട് വരാതായി. ഫുള്ള് കാടാണ്. പക്ഷെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ടൂറിസ്റ്റാണ്. ഗൈസ്, നമ്മളീ പോയ ഹിഡൻ റൂട്ട് അവിടുത്തെ ലോക്കൽസിനല്ലാതെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല. നമ്മളതിൽ വേണ്ടത്ര ഫുഡോ വെള്ളമോ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് എക്സ്ട്രാ വെള്ളമോ ഫുഡൊക്കെ കരുതി വയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്വന്തം റിസ്കിൽ തന്നെ പോകാൻ നോക്കുക. ആളില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം പറ്റിയാലും അത് നമ്മുടെ മാത്രം റിസ്ക്കാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പോകാൻ നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്.